എങ്ങാടാണ് മസനക്കുടി വഴി ഊട്ടി. ഊട്ടി മസനക്കുടി വഴി ഊട്ടി. അപ്പതേ നമ്മള് പോവുകയാണ്, ടൂറ് പോവുകയാണ്. നമ്മളത് ഫ്രണ്ട്സൊക്കെ ആയിട്ട് ചില്ല് ചെയ്യാനായിട്ട് നമ്മുടെ വട്ടവട പിടിക്കുകയാണ്. അപ്പൊ നമ്മൾ ഏകദേശം എന്താ പറയാ എവിടെ എത്തി? അടിമാലി എത്താറായി. എത്തി ഇറക്കടിച്ച് നമ്മള് എൻജോയ് ചെയ്യാൻ പോവുകയാണ്. ഇനി ഇവിടുന്ന് എനിക്ക് കയറിയിട്ട് വട്ടവട പിടിക്കണം. മൂന്നാറ് കയറി വട്ടവട പിടിക്കുക, എൻജോയ്. അപ്പൊ നമുക്കിനി വട്ടവട എന്നിട്ട് കാണാം. ഓക്കെ, ലെറ്റ്സ് ഗോ. അങ്ങനെ ഗൈസ് നമ്മളിത് എത്തി. നമ്മുടെ ഒരു ടെന്റ് സ്റ്റേ ഉണ്ട്. ഇതാണ് ഒരു ടെന്റ്. അത്യാവശ്യം 3 പേർക്കൊക്കെ കിടക്കാം, 3-4 പേർക്ക് കിടക്കാം. ബാക്കി ഇവിടെ ഒരു ക്യാമ്പ് ഫയർ സെറ്റ് ചെയ്തിട്ടുണ്ട്. അതേപോലെ അവിടെ ഒരു ടെന്റ് വരും. പിന്നെ നമ്മുടെ റൂം വന്നത് ആ മേളിലാണ്. ഇത് കാണിച്ചപ്പ ഇവിടെ നിന്ന് അങ്ങാട് ഫുള്ള് വ്യൂ പോയിന്റ് ഉണ്ടോ. അപ്പൊ നേരെ റൂമുണ്ട്. ഒരു വീടാണ്, ചെറിയൊരു ഹട്ട്. നമ്മുടെ എന്താ പറയാ മണ്ണൊക്കെ വെച്ച് ചെയ്തേക്കുന്ന ഒരു ഹട്ടാണ്ടത്. ഇതാണൊരു വീട്. ഒരു റൂമും ഒരു കിച്ചണും ഉണ്ട്. അപ്പൊ ഇതാണ് ഹട്ട്. റൂമിൽ ഇവിടെ ഒരു കട്ടിലുണ്ട്. ഇതാണ് കിച്ചൺ. കിച്ചണത് നമ്മുടെ സജിമോനും വേട്ടക്കാരനത് കുക്കിംഗ് ആണ്. ചിക്കൻ കറി വെക്കണം. അത് കഴിക്കാനുള്ള ചിക്കൻ കറിയുടെ സാധനങ്ങളൊക്കെ ഉണ്ട്. അതുപോലെ തന്നെ മുട്ടയൊക്കെ വാങ്ങിച്ചിട്ടുണ്ട്. ഷെഫ് നമ്മുടെ വേട്ടക്കാരനാണ്. കുക്കിങ്ങിനുള്ള എല്ലാ പരിപാടിയും ചെയ്തുകൊണ്ടിരിക്കുകയാണ്. ചായ വെക്കാനാണോ വെച്ചേക്കണ? ചായ വെറുതെ ഉള്ള വൈബാണ്. ഞങ്ങൾ ഇവിടെ എത്തിയപ്പോഴേക്കും രാത്രിയായി. അതുകൊണ്ട് ഫ്രണ്ടിലെ വ്യൂ ഒന്നും കാണാൻ പറ്റില്ല. രാവിലെ എണീറ്റിട്ട് എന്തായാലും കിടിലൊരു വ്യൂ ഒക്കെ കാണിച്ചു തരാം. അപ്പൊ എന്തായാലും പൊള്ളിയാണ്. പിന്നെ തണുപ്പ് ഒരു രക്ഷയില്ലാട്ടാ. എന്റെ പൊന്നോ, ഒരു രക്ഷയില്ലാത്ത തണുപ്പാണ്. ഇതിന്റെ ഉള്ളിലാണ് 2 ടെന്റ് സ്റ്റേ. അതെ, അഭിഷേക് ഇവിടെ ഉണ്ട്. പിന്നെ നിങ്ങൾ ആരും കാണാത്ത നമ്മുടെ കുക്കു. യെസ്, വിഷ്ണു. അതാണ് അപ്പൊ നമ്മുടെ ക്യാമ്പ് ഫയർ കാര്യങ്ങളൊക്കെ ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. ഇത് നമ്മുടെ ടെന്റ്. അപ്പൊ അപ്പുറത്തൊരു ടെന്റ് ഉണ്ട്. നമ്മളത് ക്യാമ്പ് ഫയർ ഇവിടെ സെറ്റ് ചെയ്തേക്കണത്. അപ്പൊ എല്ലാവരും നമ്മുടെ ഇവിടെ ഈ ഒരു ഏരിയയിലുണ്ട്. പാട്ടൊക്കെ വെച്ച് പുറത്ത് പൊള്ളിയാണ്, ഒരു രക്ഷയില്ല. കിഡിലെ സ്പോട്ട് എന്ന് പറഞ്ഞാൽ പോരാ, അടിപൊളി. അതെ എല്ലാരും ഉണ്ട്. അഭിഷേക് വന്ന്. അഭിഷേക് യോ പൊളി. അതെ ഇവിടെ ക്യാമ്പ് ഫയറൊക്കെ സെറ്റ് ചെയ്ത് പൊള്ളിക്കണ ഞങ്ങളൂടെ. നമ്മളിന്ന് അടിച്ച് പൊള്ളിക്കാണ്. വട്ടവട പൊളിക്കും. ഈ ചേട്ടനുണ്ട് നമ്മുടെ വട്ടവടല്ല, നമ്മുടെ ചെറിയൊരു റിസോർട്ടിൽ നിന്ന് പോകണത്. സുചേട്ടൻ കോണ്ടാക്ട് ചെയ്താൽ മതി. കിട്ടില്ല എത്തിച്ചേരുന്നത്. നമ്മുടെ ഡിസ്ക്രിപ്ഷനിൽ നമ്പറൊക്കെ കൊടുത്തേക്കാം. അതാണ് പൊളിയാണ്. രണ്ടും തുറന്ന് കാണിച്ചു തരാം. ടെന്റിന്റെ ഉള്ളിലെ സെറ്റപ്പ് കാണിച്ചു തരാം. നമ്മുടെ ഡെക്കാത്തലോണുള്ള ടെന്റാണ് ഉണ്ടാവുക. അതെ, നമ്മുടെ ടെന്റ് തുറക്കുകയാണ്. ഇതാണ്ട നമ്മുടെ ടെന്റിന്റെ ഉള്ളില് ഒരു സിപ്പും കൂടി ഉണ്ട്. സൈഡിലായിരിക്കുള്ളൂ. ഇങ്ങനെ തുറന്നു കഴിഞ്ഞാൽ ഇതാണ് നമ്മുടെ ടെന്റ്. ഇതിനുള്ളത് 3 പേർക്ക് അടിപൊളിയായിട്ട് കിടക്കാം. കിട്ടില്ല.
അപ്പൊ അതെ ഞങ്ങള് ഫുഡ് കഴിക്കാനുള്ള സെറ്റപ്പ് ഒക്കെ നോക്കിയാണ്. നമ്മളെന്ത് വീടിന്റെ അവിടെ നിന്ന് ചപ്പാത്തി വാങ്ങിച്ചോണ്ടെന്നുണ്ടോ 3 രൂപ 4 രൂപ അല്ലേ 4 രൂപ ചപ്പാത്തി ഒരു 100 ഞങ്ങൾ വാങ്ങിച്ചോണ്ടുവന്നുണ്ട്. അപ്പൊ അതെ എല്ലാം ഇവിടെ സെറ്റ് ചെയ്തിട്ടുണ്ട്. പിന്നെ കറി അവിടെ ഉണ്ട്. അപ്പൊ എല്ലാവരും ഇവിടെ അടിച്ചു പൊളിക്കുന്നു. പൊളി പൊളി. ഇവിടെ ക്യാമ്പ് ഫയർ, ഇവിടെ ഡാൻസ്, അവിടെ പാട്ട്. അങ്ങനെ നമ്മൾ കൊണ്ടുവന്ന ചപ്പാത്തിയും ചിക്കൻ കറിയും സെറ്റായിട്ട് ഇവിടെ വെച്ചിട്ടുണ്ട്. അപ്പൊ എല്ലാവരും ഇത് ഫുഡ് കഴിക്കണ്ട. എങ്ങനെയുണ്ട് ഫുഡ്? എങ്ങനെയുണ്ട്? അടിപൊളി. ഇപ്പം പിന്നെ ചിക്കൻ കൂട്ടാത്തതുകൊണ്ട് പിന്നെ സ്പെഷ്യലും മുട്ടക്കറിയൊക്കെ ഉണ്ടാക്കി. അപ്പൊ രാവിലെ ആയി, വെളുപ്പിനായിട്ട് ഒരു 6:30 സമയം എണീക്കണത്. നമ്മുടെ ആ ഒരു ഫ്രണ്ടിലൊരു കാഴ്ച എങ്ങനെയാണെന്ന് നമുക്കൊന്ന് കണ്ടു നോക്കിയാ. കൂടെ ഇവിടെ കിടന്ന് ഉറങ്ങേണ്ട. ഞാൻ ഇന്നലെ പുറത്തോട്ട് ഇറങ്ങിയ കാഴ്ച കാണിച്ചു തരാം. ടെന്റിലാണ് ഞങ്ങൾ ഇന്നലെ കിടന്നത്. ടെന്റ് തുറക്കട്ടെ. ഹായ്. അങ്ങനെ തുറന്നു കഴിഞ്ഞുള്ള വ്യൂ. എന്റെ മോനെ, വാവ്, പൊളി പൊളി. ഇതാണ് കൂട ഫ്രണ്ടിലത്തെ ഫ്ലോ. അപ്പൊ ഇതാണ് നമ്മളൊരു മോർണിംഗ് വട്ടവട. ചേട്ടാ ഞങ്ങളുടെ കോട്ടേജ്, ഇതാണ് കോട്ടേജ് എന്ന് പറയാനില്ല, ടെന്റ്. അവിടെ ഒരു വീട്, അതായിരുന്നു നമ്മുടെ ഒരു സ്റ്റേ എന്ന് പറയാനായിട്ട്. ഇതോടെ ഫ്രണ്ടിൽ തന്നെ കുറേ എന്താ പറയാ തട്ട് പോലെ ഒരു പടം പോലെ സെറ്റപ്പിൽ ഇവിടെ നിറച്ച് ക്യാരറ്റ്, ക്യാബേജ് അങ്ങനെയുള്ള ഐറ്റംസ് ഒക്കെ നട്ടുപിടിപ്പിച്ചിട്ടുണ്ട്. ഇപ്പം ഏകദേശം നട്ടുപിടിപ്പിച്ചിട്ടുള്ളൂ. കൂടെ ഇറങ്ങിയോ നോക്കി. രക്ഷയില്ലാട്ട് എന്തായാലും പൊളിച്ച് ഒന്നും പറയാനില്ല. കുറച്ചുകൂടി കൂടെ വന്നായിരിക്കും പൊളിച്ചേരെ. കുറച്ച് നേരത്തെ നീറ്റായിരുന്നു കിട്ടിയേനേട്ടാ കൂടെ. ഞാൻ നീറ്റപ്പതി 6:30. എന്തായാലും കൊള്ളാട്ടാ നമ്മുടെ ഒരു സ്പോട്ട്. നമ്മ ഇന്നലെ ഇട്ട ക്യാമ്പ് ഫയറിന്റെ തീയൊക്കെ അവിടെ തന്നെ ഉണ്ട്. അതിൻ്റെ ഉള്ളിൽ കുക്കൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. ഇതിൻ്റെ ഉള്ളിൽ വിഷ്ണു അഭിഷേകമുണ്ട്. ഡാ മോനെ കോട. മക്കളെ കൂട ഇല്ല കോട. മക്കളെ കോട. കൊന്നാ കൂടെ ഇറങ്ങി വേടാ. ഞാനിവിടെ എൻജോയ് ചെയ്യാം. രാവിലെ തടുത്ത് വെറുത്തിരിക്കണൊക്കെ ഞാൻ ഫാനിന്റെ ഉള്ളിൽ. ഗുഡ് മോർണിംഗ് വട്ടോട. നമ്മൾ താമസിച്ച ഹട്ടിന്റെയും ടെന്റും ഇതാണ്ടോ. ഹട്ട് ഇതാണ്. അപ്പൊ അതിന്റെ മേളിലാണ് ഞാനിപ്പോ നിക്കുന്നത്. ഇവിടെ നിന്നുള്ളൊരു വ്യൂ ആണ് കാണുന്നത്. നമ്മുടെ ടെന്റ് അവിടെയാണ്. പൊളി. അങ്ങനെ ഗൈസ് സൂര്യനൊക്കെ വന്ന് കോടയൊക്കെ അങ്ങോട്ട് മാറി ഏകദേശം സൂര്യൻ ഇവിടെ വരെ എത്തി. ഇനി ഇത് ഫുള്ള് സൂര്യന്റെ വെട്ടം കൊണ്ട് അങ്ങോട്ട് നിറയും. പൊള്ളിയായിരിക്കും. നമ്മുടെ സൂര്യൻ എവിടെ നിന്നാണ് വിചാരിച്ചതാ. അവിടെ നിന്നാണ് സൂര്യൻ വന്നത്. സൂര്യൻ ഇനി മേലോട്ട് പൊങ്ങി വരുമ്പോഴേക്കും ഇവിടെ ഫുള്ള് ഈ ഒരു വൈബാണ്. അങ്ങനൊക്കെ ഞങ്ങളിവിടെ ഇരുന്നപ്പോ നമ്മുടെ അടുത്തോട്ട് ക്ഷണിക്കപ്പെടാത്തൊരു അതിഥി വന്നു. നമ്മളെവിടെ ചെന്നാലും ഇതേപോലെ ഒരു പട്ടി ഡോഗ് വരും. തണുത്ത് വിറക്കാനുള്ള നീ. തണുത്ത് വിറക്കാണ്. ഞങ്ങളൊരു കഷ്ണം ചിക്കൻ ഉണ്ടായിരുന്നു, അത് ഇട്ട് കൊടുത്തു. അപ്പൊ ആളിവിടെ വന്നത് നോക്കിയിരിക്കാണ്. പാവം. അത് ഞങ്ങൾ അവിടെ കറി വെച്ചിട്ടുണ്ട്. ആ കറി എടുത്തോണ്ടൊന്ന് ചപ്പാത്തിക്ക് ഉണ്ട്, അത് കൊടുക്കാന്ന് ചോദിച്ചു നിൽക്കാണ്. ആളിവിടെ ഇരുത്തിയേക്കണോണ്ട് ആള് പോണില്ല. അപ്പൊ നമ്മുടെ വിഷ്ണു ചപ്പാത്തിയൊക്കെ എടുക്കാൻ വേണ്ടി ഇപ്പൊ തരാട്ടാ. വെയിറ്റ് ചെയ്തോ. ബ്രോണി
ഞങ്ങള് ഫുഡൊക്കെ കൊടുത്തു കഴിഞ്ഞപ്പോ ഞങ്ങളോട് നല്ല കമ്പനിയായി. ആള് ഇവിടെ അടുത്ത ഫുഡിന് വേണ്ടി വെയിറ്റ് ചെയ്തിരിക്കുന്ന ആള്. ചുബ്രാണി ഫുഡ് തന്നെ ഉണ്ട്. ചുബ്രാണിയുടെ ഫുഡ് തന്നെ ഉണ്ട്. ഓർഡർ ഫുഡ് ഒന്ന് ഓർഡർ നോക്കി. വേണ്ട ഫുഡ് വന്നപ്പോ ഓടി ആള്. ഇവിടെ അപ്പൊ ആക്ക് നമ്മുടെ വിഷ്ണു ഫുഡ് കൊണ്ടുവന്നിട്ടാ. ധാരണ അവിടെ കൊടുത്തടാ എന്നിട്ട് അപ്പൊ ഞങ്ങള് ഫുഡൊക്കെ കൊണ്ടുവന്ന് കൊടുത്ത് നമ്മുടെ സുബ്രഹ്മണി ഫുഡ് കഴിച്ചോണ്ടിരിക്കുന്നു. കഴിച്ചോട്ടാ. ഓക്കെ വേണ്ട പിടിക്കണ്ട, ചിലപ്പോ കടിച്ചാല. ആളിത് ഹാപ്പി ആയിട്ടിരുന്ന് കഴിക്കുന്നുണ്ട്. പാവം കഴിക്കട്ടെ. ചപ്പാത്തിയും ചിക്കൻ കറിയൊക്കെ കൊടുത്തിട്ടുണ്ട്. അല്ല അവിടെ നിന്ന് കൂളായിട്ട് ഇന്ന് കഴിക്കട്ടെ. അങ്ങനെ നമ്മുടെ ഇവിടുത്തെ ചെറുക്കൻ ഹാപ്പിയായി. ഫുഡൊക്കെ കഴിച്ചു. ഓക്കെ ആയില്ലേ? സെറ്റായില്ലേ? ആള് ഓക്കെ ആയി. കൊടുത്ത ഫുഡെല്ലാം കഴിച്ചു. അങ്ങനെ ചെറുക്കന് ഹാപ്പിയായി, ഞങ്ങള് ഹാപ്പിയായി. ഹേയ് സുബ്രഹ്മണി കിട്ടി. സുബ്രഹ്മണി ഹായ്. അങ്ങനെ ഞങ്ങള് വട്ടവടയിൽ മോർണിംഗ് വാക്ക് പിടിക്കാനായിട്ട് ഇറങ്ങിയേക്കാണ്. എന്റെ പൊന്നു ബാക്കിൽ ഫോട്ടോണ്ടാ. ഞങ്ങൾ അവിടെ നിന്നാണ് കയറി വന്നത്. പൊള്ളിന്ന് പറഞ്ഞപ്പോ ഒരു രക്ഷയില്ല. കിട്ടില്ല ഫോട്ടാണ്. നമ്മുടെ ടീമുകളൊക്കെ ഫ്രണ്ടിലുണ്ട്. എല്ലാരും ഞാൻ കാണിച്ചു തരാട്ടാ. ഓടല്ലേ ബാക്കിലോ. പൊളി ഒരു രക്ഷയില്ല. നമ്മള് നിന്ന സ്പോട്ട് കണ്ട അടിപൊളി കിട്ടില്ലേ. ചായ കുടിക്കാന്ന് പറഞ്ഞ് ഇറങ്ങിയേക്കണ്ട. പൊളി എന്തായാലും ഇത് കണ്ട. ഇതാണ് ആ ഒരു സ്പോട്ട്. ഇവിടെ കുറെ വീടുകളൊക്കെ ഉണ്ട് കേട്ടോ. ഇതൊക്കെ വീടുകളാണ്. അപ്പുറത്ത് വലിയ മല. അവിടേക്ക് നോക്കി ആ സ്പോട്ട് കണ്ട. മലഞ്ചരുവില് തട്ട് പോലെ വന്നിട്ട് അതൊക്കെ വീടുകളുണ്ടോ. കൊള്ള ഒരു ശീല പൊളി. നമ്മളിപ്പോ വട്ടവട കോവിലൂരാണ് നിൽക്കുന്നത്. അപ്പൊ കോവിലൂര് ടൗണിലോട്ട് ചായ കുടിക്കാനായിട്ട് അങ്ങാടേക്ക് നടന്നുകൊണ്ടിരിക്കുന്നു. ചായ കുടിക്കാനായിട്ട് എല്ലാവരും ഉണ്ട് നമ്മുടെ കൂടെ. അതെ അവിടെ സൂര്യനും വന്നു. ഹാപ്പി. ഇവിടെ മണ്ണുകൊണ്ടുന്ന വണ്ടിയാണ്. മണ്ണുകൊണ്ടുന്ന വണ്ടി. മണ്ണല്ലേ ബാക്കില് ജീപ്പ് വണ്ടി കൊണ്ടോക്കി. നമ്പർ പ്ലേറ്റ് ഒന്നുമില്ല. ഇവിടുത്തെ എല്ലാ ആവശ്യങ്ങളും എല്ലാം ഈ വണ്ടിയാണ്. നമ്മള് പൊക്കത്തുനിന്ന് ഇറങ്ങണം. ഈ വേണ്ട ഇവിടെ ഒരെണ്ണം പുതിയത് വന്നോണ്ടിരിക്കുന്നു. സംഭവം ഇപ്പൊ തുടങ്ങിയിട്ടുള്ളു പുള്ളി. അപ്പൊ അന്നവരെ പുള്ളിനെ വിളിച്ചു കഴിഞ്ഞാൽ അടിപൊളി ഞങ്ങളതെ നല്ല കൂടെ ഉള്ള ഒരു ഫ്രണ്ട്. ആ ഒരു രീതിയിലാണ് ഞങ്ങൾ ട്രീറ്റ് ചെയ്തേക്കണം. അടിപൊളിയാണ്, ഒന്നും പറയാനില്ല. അത്ര സപ്പോർട്ടാണ് ചേട്ടൻ. വേണ്ട ഇവിടെ ഒരു കോട്ടേജ് വരുന്നുണ്ട്. ബാച്ചിലേഴ്സ് ഒക്കെ പറഞ്ഞാൽ അടിച്ച് പൊളിക്കാൻ പറ്റിയൊരു കിട്ടുന്ന ഏരിയ തന്നെയാണ്. നമ്മുടെ ഈ ഒരു ഏരിയ ഫുള്ള് നമ്മുടെ തന്നെയാണ്. ആ ഒരു പ്രൈവസി നമുക്ക് കിട്ടും. അതെ സൂര്യനൊക്കെ വന്ന് നല്ല വെട്ടം വെച്ച് കൂടെ അടിപൊളിയായിട്ടുണ്ട്. എന്റെ മോനെ നല്ല തണുത്ത കാറ്റുണ്ട് കേട്ടോ ഇവിടെ. ആണ് നമ്മുടെ മെയിൻ വ്യൂ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ. പൊളി. നമ്മള് വേറൊരു സ്കൂളിലോട്ട് വന്നേക്കണ്ട. പൈൻ ഫോറസ്റ്റിന്റെ ഇടയിൽ കൂടി ആയി വൈബ്. എല്ലാവരും പൊളിയായിട്ട് പോയിക്കൊണ്ടിരിക്കും. നമ്മളാദ്യം ചേട്ടൻ ബുക്കിങ്ങിന് ചെയ്തപ്പോൾ നമുക്ക് ആദ്യം സ്ഥലം കാണിച്ചിരുന്നത് കണ്ട. നമ്മളിപ്പോൾ അങ്ങോട്ട് പോണത് ആ സ്പോട്ട് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഈ പൈൻ ഫോറസ്റ്റിന്റെ ഇടയിലുള്ളൊരു ചെറിയൊരു മഡ് ഹൗസ് ഉണ്ട്. എന്തായാലും ആ മഡ് ഹൗസിലോട്ടാണ് നമ്മളിപ്പോൾ പോയിക്കൊണ്ടിരിക്കുന്നത്. ഈ സ്പോട്ട് വെറുതെ പൊള്ളിയാണല്ലോ. കൊള്ളാം. കിട്ടില്ല. അയ്യോ
വേറെ റേഞ്ച് കൊള്ളാട്ടാ, സംഭവം കൊള്ളാം, കിട്ടില്ലെന്നാണ്. ഈ ഒരു സ്പോട്ട്, ഈ ഒരു കോട്ടേജ് കാണിക്കാനായിട്ടാണ് ഈ ചേട്ടൻ ഞങ്ങൾ ഇങ്ങോട്ട് കൊണ്ടുവന്നത്. നമ്മൾ ആദ്യം നോക്കിയത് ഇതായിരുന്നു. അപ്പോൾ ഇതിൻ്റെ കുറച്ച് പണികളൊക്കെ ഇറങ്ങുന്നതുകൊണ്ട് നമുക്കത് മാറ്റി അതാണ് തന്നത്, ടെൻറ്റ് സ്റ്റേ ആണ് തന്നത്. അപ്പോൾ ഈ പുള്ളീനെ കോൺടാക്ട് ചെയ്യുകയാണെങ്കിൽ നമുക്ക് ഈ ഒരു കോട്ടേജും അവൈലബിൾ ആണ്. അപ്പോൾ വട്ടവടക്ക് വന്നവർ എന്തായാലും പുള്ളീനെ കോൺടാക്ട് ചെയ്യുക. നമ്പർ എന്തായാലും ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ ഞാൻ കൊടുത്തേക്കാം. അപ്പോൾ ഇതൊക്കെയാണ് നമ്മുടെ വട്ടവടയിലെ കാഴ്ചകൾ.